എന്താ പറയാ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയാണ് റന ഫാത്തിമ. റന ഫാത്തിമയെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താ പറയാ, ആരുടെയൊക്കെയോ ഒരു കീ ആണ്, ഒരു കീ കൊടുത്തിട്ട് അങ്ങോട്ട് വിടും. അത് മറ്റേ ഈ കാർ അടിച്ചു പോണ സൈറം വെക്കുന്ന സൗണ്ടാണ് വായിക്കാത്തിന്ന് പറഞ്ഞത്. അത് ആംപ്ലിഫയർ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ചില അവസരങ്ങളിൽ സംശയം തോന്നിയിട്ടുണ്ട്. ആംപ്ലിഫയറിനെക്കാളും ശക്തമായ രീതിയിൽ പുതിയൊരു ഊഫർ മേടിച്ചു വെച്ച് നൂറ വന്നതുകൊണ്ട് അടപടലം തെറ്റിയിരിക്കുകയാണ്. അതായത് ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡും കൂടെ വന്നിട്ടുണ്ട്. അറിഞ്ഞില്ലേടാ നീ ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് വന്ന കാര്യം? ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് വന്ന കാര്യം ഞാനും അറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞൂട്ടനും അറിഞ്ഞിട്ടുണ്ട്. അപ്പം ബിഗ് ബോസിന് എനിക്ക് തോന്നുന്നു നിലവില് നല്ല TRP ഉണ്ടെന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാ പ്രേക്ഷകർ മുതൽ, അതായത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ബിഗ് ബോസ് കാണുന്നുണ്ട്. നമ്മളെ കുഞ്ഞൂട്ടനെ പോലുള്ള നല്ല മൃഗങ്ങളും നല്ല മനസ്സിന് അലിമയുള്ള നൈർമല്യമുള്ള വലിയ കളങ്കമൊന്നും ഇല്ലാത്തവരെ പോലുള്ള മൃഗങ്ങളും ഇന്ന് ബിഗ് ബോസ് കാണുന്നുണ്ട്. കാരണം ഇവരെക്കാളും മൃഗീയമായ കാണ്ടാമൃഗങ്ങൾ അധിവസിക്കുന്ന ഒരു ഭീകര വനമായി മാറിയിട്ടുണ്ട് സീസൺ 7 ബിഗ് ബോസ്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തരുടെയും തൊലിക്കട്ടിയാണ്. അതായത് എത്ര തന്നെ കള്ളം ഇങ്ങനെ പറയാഞ്ഞുകൊണ്ടിരുന്നാലും പിന്നെയും അത് തന്നെ തുടർച്ചയായിട്ട് എത്ര വട്ടം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയുവാനും അവിടെ ഉള്ള ഒരാൾക്കും ഒരു മടിയില്ല. അതിൽ ഒന്നാമത് നിൽക്കുന്നത് ആര്യൻ എന്ന് പറയുന്ന ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേസ്റ്റ് റോസ്റ്റ് മോശം ഏറ്റവും അലവലാതി കണ്ടസ്റ്റന്റ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മുഴുവൻ ബിഗ് ബോസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, നമുക്ക് മലയാളം മാത്രം എടുക്കണ്ട, ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ ബിഗ് ബോസിന്റെയും ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിലവാരമില്ലാത്ത, ഇതുപോലെ വ്യക്തമായ അഭിപ്രായങ്ങളില്ലാത്ത, ഒരു തരത്തിലും തൻ്റെതായ ഒരു കഴിവില്ലാത്ത ഒരു വളരെ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഈ പറയുന്ന ആര്യൻ. കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ എല്ലാ എപ്പിസോഡുകളിലും നമ്മൾ ഇന്നലെ കണ്ട ആ വൈൽഡ് കാർഡിന്റെ എൻട്രികളിൽ പോലും എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ഒരു മത്സരാർത്ഥി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അറിയാൻ വൈൽഡ് കാർഡിന്റെ എൻട്രി ആയതാണ്. ആളൊരു സീരിയൽ നടനാണ്, അതുപോലെ തന്നെ ഇപ്പൊ ബിഗ് ബോസിന്റെ ഒരു മത്സരാർത്ഥിയും കൂടിയാണ്. പുള്ളിയെ കുറിച്ചൊന്നും നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടില്ല. പുള്ളി ജസ്റ്റ് എൻട്രി ആയിട്ടേ ഉള്ളൂ. പുള്ളിയുടേതായ ഒരു സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു വാഷ്റൂമിൽ ഒരു ബക്കറ്റിനകത്ത് നിന്ന് തുണിയുമായി ബന്ധപ്പെട്ട് എത്ര പേര് അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് അവിടെയുള്ള മറ്റ് അനുകൂലമായിട്ടുള്ള ആര്യൻ അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ത്രീകളുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നു എന്നാണ് അതിനകത്ത് വളരെ വ്യക്തമായ രീതിയിൽ പറയുകയുണ്ടായത്. അങ്ങനെ ഒരു പരാമർശം തന്നെയാണ് ആ എന്താ പറയാ, അത് ടെലികാസ്റ്റ് ചെയ്ത സമയത്തും TV ടെലികാസ്റ്റ് ചെയ്ത സമയത്തും ഇവർ ലൈവിലായാലും അങ്ങനെയാണ് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു നിലവാരമില്ലാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് വളരെ പേഴ്സണലായിട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയായിരിക്കും. ഒരു നിലവാരമില്ലാത്ത വളരെ മോശം ഒരു മത്സരാർത്ഥിയെ കൊണ്ട് ബിഗ് ബോസിനകത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ എവിക്ഷനിൽ ജസ്റ്റ് എസ്കേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓണമൊക്കെ ആയതുകൊണ്ടും ലാലേട്ടൻ എന്താ പറയാ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിൽ എത്താത്തത് കൊണ്ടും ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടു പോയ ഒരു മത്സരാർത്ഥിയാണ് ഈ പറയുന്ന ആര്യൻ. പക്ഷെ ഈ ഒരു എവിക്ഷന് എല്ലാവരും എത്തിയിട്ടുണ്ട്. അതായത് ക്യാപ്റ്റനായി നിൽക്കുന്ന നെവിൻ ഒഴിച്ച് പുതിയ മത്സരാർത്ഥികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഈ പറയുന്ന ഇത്തവണത്തെ നോമിനേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു വോട്ടിംഗ് നടക്കും. ഫാൻ പേജുകളിൽ എത്ര തന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയാലും തങ്ങളുടെ ആരാധകർ ഉള്ളത് കൊണ്ട് അവർക്ക് തന്നെ വോട്ട് പോൾ ചെയ്യപ്പെടും. അതുകൊണ്ട് ആര്യന്റെ കാര്യം അടിമുടി പണിയായിട്ടിരിക്കുകയാണ്. വേറെ വാക്കുകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാൻ പൊതുവെ എന്റെ വീഡിയോയിൽ ഈ അസഭ്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട്, ഞാൻ അല്പം വീഡിയോയിൽ ജെന്റിൽമാൻ ആയതുകൊണ്ട് ഞാൻ അതൊന്നും പ്രയോഗിക്കുന്നില്ല. പക്ഷെ അൺപാർലമെന്ററിയിലേക്ക് കടക്കാനും വലിയ ദൂരമില്ല ആര്യന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ. ഒരുപക്ഷെ അടുത്ത ആഴ്ച ആര്യന്റെ അടുത്ത് ബിഗ് ബോസ് പുറത്ത് കളഞ്ഞാൽ അത്രയും സമാധാനം. രണ്ടാമത്തെ ബിഗ് ബോസിന്റെ ഏറ്റവും വേസ്റ്റ് റോസ്റ്റ് എന്താ പറയാ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയാണ് റന ഫാത്തിമ. റന ഫാത്തിമയെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താ പറയാ, ആരുടെയൊക്കെയോ ഒരു കീ ആണ്, ഒരു കീ കൊടുത്തിട്ട് അങ്ങോട്ട് വിടും. അത് മറ്റേ ഈ കാർ അടിച്ചു പോണ സൈറം വെക്കുന്ന സൗണ്ടാണ് വായിക്കാത്തിന്ന് പറഞ്ഞത്. അത് ആംപ്ലിഫയർ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ചില അവസരങ്ങളിൽ സംശയം തോന്നിയിട്ടുണ്ട്. ആംപ്ലിഫയറിനെക്കാളും ശക്തമായ രീതിയിൽ പുതിയൊരു ഊഫർ മേടിച്ചു വെച്ച് നൂറ വന്നതുകൊണ്ട്
അടപടലം തെറ്റിയിരിക്കുകയാണ്. അതായത് ഈ റെന ഏത് സ്ട്രാറ്റജിയാണോ മറ്റുള്ളവർ എടുക്കുന്നത്, അതായത് ഇതുവരെ ഇങ്ങനെയൊക്കെ അടിച്ച് പിടിച്ച് മാന്തി പറിക്കുന്ന ശബ്ദത്തോടുകൂടി ആക്രമിക്കുന്ന രണ ഫാത്തിമയുടെ മുന്നിലേക്ക് നൂറ എന്ന് പറയുന്ന ഒതുങ്ങിയിരുന്നിരുന്ന, പമ്മിയിരുന്നിരുന്ന, വീക്കായിട്ടിരുന്നിരുന്ന ഒരു മത്സരാർത്ഥി സടകുടഞ്ഞെണീറ്റ കാഴ്ച നമ്മൾ കഴിഞ്ഞ നൈറ്റിൽ കണ്ടതാണ്. അതിഭീകരവും ഭയാനകവുമായിരുന്നു. അത് ആളിക്കത്തിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന നൂറ. ആളിക്കത്തിയപ്പം രണ എന്ന് പറയുന്ന നേരത്തെ ആളിക്കത്തിക്കൊണ്ടിരുന്ന ആ ഒരു തീ അണഞ്ഞതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു മത്സരാർത്ഥി, നമ്മുടെ ഏറ്റവും പ്രൗഢമായിട്ട് ഏഷ്യനെറ്റ് ഒരുപാട് ചർച്ചകൾക്കൊപ്പുറം ജനപിന്തുണയോടുകൂടി കൊണ്ടുവന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ രേണു ചേച്ചി. രേണു ചേച്ചി അതിനകത്ത് വന്നിട്ട് ഫയർ ആവാതെ ഫ്ലവർ ആയിട്ട് തന്നെ ഇരുന്ന സമയത്ത് മസ്താനി വന്നു. മസ്താനി നമുക്കറിയാം ആങ്കർ ആണ്. മസ്താനിയുടെ ആങ്കറിംഗ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല, മസ്താനി എനിക്ക് ഇഷ്ടമല്ല. അത് അവർക്കിടക്കട്ടെ. മസ്താനിയുടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ മസ്താനിയെ സപ്പോർട്ട് ചെയ്യാം, മസ്താനി കാട്ടിക്കൂട്ടുന്നില്ലെങ്കിൽ മസ്താനിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ രേണു സുധിയുടെ കാര്യത്തിൽ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോ ഇവിടെ മസ്താനി എടുത്തു വെച്ചത് രേണു സുധിയുടെ പുറത്തുള്ള ലൈഫ്, അതിനെ നല്ല രീതിയിലിട്ട് അങ്ങോട്ടിട്ട് അരച്ചു വാഴിച്ച് എങ്ങനെയെങ്കിലും രേണുസുധിയുടെ വായത് 10 കേൾക്കണം എന്ന രീതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു മസ്താനി തന്റെ ഒരു അഭിപ്രായം ആദ്യ ദിനത്തിൽ തന്നെ അവിടെ രേഖപ്പെടുത്തിയത്. രേണുസുധി എണീറ്റിരുന്നിട്ട് നല്ല ശക്തമായ രീതിയിൽ, വ്യക്തമായ രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. താൻ വിധവയല്ലെന്ന് പോലും ഒരു നിമിഷത്തിൽ ആ സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ചു. കാരണം സുധി എന്ന് പറയുന്ന കലാകാരൻ മരണപ്പെട്ടിട്ടില്ല, തന്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടെന്ന് പറയുന്ന പവിത്രമായ സ്നേഹത്തിന്റെ ഒരു അടയാളം കൂടി രേണു ചേച്ചി അവിടെ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അതും വളരെ അഭിനന്ദനാർഹമാണ്, ആഹ്ലാദാത്മകമാണ്. കാരണം രേണു സുധി എന്ന് പറയുന്ന മത്സരാർത്ഥിയിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന അവരുടെ ഫാൻസിനും അവരെ എതിർക്കുന്നവർക്കും പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും പുറത്തേക്ക് വിടാതെ രേണു സുധി തന്നെ അവിടെ ഉള്ളവർ പറയുന്നത് 70 എത്രയോ ക്യാമറകൾക്കുള്ളിൽ കാണാതെ നടക്കുവാൻ കാണിച്ച ആ ഒരു കഴിവിനെ മസ്താനി ഒന്ന് തോണ്ടിയെടുക്കാൻ നോക്കി. പക്ഷെ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി വളരെ തന്ത്രപരമായിട്ട് ഒരു അല്പം ഒന്ന് ഓണായിട്ട് പെട്ടെന്ന് അണയുന്ന രീതിയിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ, ഈ എപ്പിസോഡിൽ നിന്നും പുറത്തേക്ക് വന്ന ഈ വീക്കിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നവീൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ എനിക്ക് നെവിന്റെ ആറ്റിറ്റ്യൂഡുകളോടും നെവിൻ കാണിക്കുന്ന രീതികളോടും വളരെയേറെ ഇഷ്ടമാണ്. പക്ഷെ നെവിനിലെ ആ ഒരു കള്ളനെയും അതുപോലെ തന്നെ നെവിൻ കാണിക്കുന്ന ചില കുസൃതികളോടും നെവിൻ കാണിക്കുന്ന ഫേവറിസത്തിനോടും നെവിൻ ചായുന്ന കൊമ്പുകളോടും എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായമോ അനുകമ്പയോ ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി നമുക്ക് പറയാനുള്ളത് മിസ് ഷാനവാസ്. ഷാനവാസ് ഒരു കലിപൂണ്ട ഒരു സിംഹമാണോ അതോ കുരച്ചു ചാടുന്ന വേട്ടപ്പട്ടിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഷാനവാസ് എന്ന് പറയുന്ന നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. എന്താ പറയാ, നല്ല ടോപ്പ് റേഞ്ചിലെത്തി ടോപ്പ് പൊസിഷനിൽ തന്നെ കപ്പ് വരെ അടിക്കാൻ പറ്റുന്ന, നല്ല PR ഉണ്ടെങ്കിലും PR ഇല്ലാതെയും കപ്പടിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ പറയുന്ന മിസ്റ്റർ ഷാനവാസ് എന്ന് പറയുന്ന പഴയ രുദ്രൻ. ആ രുദ്രനിൽ നിന്നും ഷാനവാസിലേക്കും ഇടയ്ക്ക് ഷാനവാസിൽ നിന്നും രുദ്രനിലേക്കും പോകുന്ന സമയത്തിന്റെ ഏതോ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ അക്ബറിന്റെ ചെള്ളക്കിട്ടൊരെണ്ണം കൊടുത്തിട്ട് ഒരു ഫിസിക്കൽ അസോൾട്ടിൽ ചിലപ്പോൾ പുറത്തു പോകാൻ വളരെയേറെ സാധ്യതയും കാണുന്ന ഒരു മത്സരാർത്ഥിയാണ് മിസ്റ്റർ ഷാനവാസ്. അതുകൊണ്ട് വളരെ കരുതലോടെ കളിക്കുക, അല്ലെങ്കിൽ താങ്കളുടെ ചീട്ട് താങ്കൾ തന്നെ കീറിയിട്ട് അടപടലം മൂഞ്ചി പുറത്തോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ വളരെ വലുതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് വേറെ ആരുമല്ല, സിനിമ പിന്നണി നായകൻ. സിനിമയുടെ പിന്നണിയിലും അതുപോലെ തന്നെ മുന്നണിയിലും ഒരുപാട് വേഷങ്ങൾ ചെയ്തു വന്നും, പക്ഷെ അങ്കമാലി ഡയറീസിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പാനി ശരത്ത്. അപ്പാനി ശരത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ്, ട്രാജഡിയാണ്, ദുരന്തമാണ്, അതിലേറെ വിഷമമാണ്. അപ്പാനി ഇടയ്ക്ക് കരയുന്നു, അപ്പാനി ഇടയ്ക്ക് അട്ടഹസിക്കുന്നു, അപ്പാനി ഇടയ്ക്ക് ഇരുന്ന് പ്ലാനുകൾ മെനയുന്നു, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവില്ല. കൂടെ ഇരിക്കുന്നവരോട് ഇരുന്ന് പ്ലാനുകളെല്ലാം ശക്തമായിട്ട് പഠിക്കും. കൂടെ ഇരിക്കുന്നവർ എന്നെ നോമിനേറ്റ് ചെയ്തു തുടങ്ങി. ഞാൻ പറഞ്ഞായിരുന്നു, മനസ്സിലായല്ലോ, റന ഫാത്തിമ വ്യക്തമായിട്ട് തെറി വിളിച്ചതിനെ തന്നെ നോട്ട് ചെയ്തിട്ട് ഒരു സ്ത്രീ എന്ന രീതിയിൽ വ്യക്തമായ പോയിന്റ് പറഞ്ഞതിനോട് എനിക്ക് റന ഫാത്തിമയോട് വളരെയേറെ അഭിമാനം തോന്നുന്നു. റന ഫാത്തിമയെ ഞാൻ ആ കാര്യത്തിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അപ്പാനി ശരത്ത്, താങ്കൾ ഒരു ദുരന്തമാണല്ലോ. താങ്കളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷെ പ്രതീക്ഷിച്ചതിന്റെ ഒരു മണ്ണാങ്കട്ടയും പുറത്തോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പാനി ശരത്തിന്റെ ആ ഒരു പരിപാടിയും വളരെയേറെ വർക്കൗട്ട് ആവുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് വിശ്വസുന്ദരിയും ലോകം ഇന്ന് ഒരുപാട് വീക്ഷിക്കുന്നതുമായ നമ്മുടെ ജിസയിലാണ്.
ജിസേൽ തന്റെ വ്യക്തിപ്രഭാവവും തന്റെ എന്താ പറയാ കഴിവും കൊണ്ട് ഹൗസിനുള്ളിലുള്ള തന്റെ ഗ്രൂപ്പിനെ, അത് പുറത്തു പറയുന്ന പാവാട ഗ്രൂപ്പ് എന്നാണ്, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, എനിക്ക് എന്റെ എത്തിക്സ് ഉണ്ട്, അവിടെ പാവാട ഗ്രൂപ്പ് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിഗ് ബോസിനകത്തുള്ള ഒരു ഗ്രൂപ്പ് ABC എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. എന്നാലും എസ് അല്ല, അത് ശരത്ത് തുടങ്ങിയ ഗ്രൂപ്പ് ആയിട്ട് എസ് ഗ്രൂപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ആ എസ് ഗ്രൂപ്പിന്റെ തന്നെ വളരെ അനിഷേധ്യനായ ഒരു നേതാവാണ് ഈ പറയുന്ന ജിസേൽ. വളരെ ശക്തമായ രീതിയിൽ അതിനകത്ത് ഗ്രൂപ്പിനകത്ത് തന്നെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഗ്രൂപ്പിൽ നിറഞ്ഞാടി നിൽക്കുന്ന ജിസേൽ ഇന്ന് ജയിൽ ടാസ്കിലേക്ക് പോകുന്ന വഴിയിൽ കൂടെയുള്ള ശരത്തിനിട്ടൊരു പണിയും കൊടുത്തിട്ടാണ് ജയിലിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ ജിസേൽ, താങ്കൾ റോങ് ആണ്, റോങ്. നമ്മളെ ബാലചേട്ടൻ വന്നിരുന്നുവെങ്കിൽ, ബിഗ് ബോസിനകത്ത് നമ്മളെ ബാലചേട്ടൻ എത്തിയിരുന്നുവെങ്കിൽ പുള്ളി പറഞ്ഞിരുന്നേ ദിസ് ഈസ് എ റാങ്. പക്ഷെ ബാലചേട്ടൻ എത്തിയില്ല. ഒരുപാട് പ്രൊഡക്ഷൻ ലിസ്റ്റിലൊക്കെ ഞാൻ കണ്ടതാണ്, ഒരുപാട് പ്രതീക്ഷിച്ചതാണ്. അവിടെ വന്നിട്ട് ബാലചേട്ടന്റെ ശബ്ദമായ ശബ്ദത്തിൽ പറയുന്നത് ജിസേൽ യു ആർ എ വെരി റാങ്. അതുപോലെ ജിസേൽ ഒരു റോങ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ കരച്ചിൽ നായിക എന്ന് വേണമെങ്കിൽ വിളിക്കാം, സീരിയൽ നായിക എന്ന് വേണമെങ്കിൽ വിളിക്കാം, സ്റ്റാർ മേജിക്കിന്റെ അഭിമാനം എന്ന് വേണമെങ്കിലും വിളിക്കാൻ പറ്റുന്ന അനുമോളാണ്. അനുമോൾ നിലവിൽ കിട്ടിയിട്ടുള്ള എല്ലാ പണികളും കൂടി ഏറ്റുവാങ്ങി വെച്ചിട്ട് കൂട്ടമായുള്ള ആക്രമണത്തിന്റെ ഇര എന്നൊരു പുറത്തൊരു ലേബൽ ഒട്ടിച്ചത് കൊണ്ട് തന്നെ ശക്തമായ ജനപിന്തുണയുമായിട്ട് അനുമോൾ മുന്നോട്ട് പോവുകയാണ്. ഉണ്ടായിരുന്ന കുടുംബ പ്രേക്ഷകരുടെ എണ്ണത്തെ വർദ്ധിപ്പിക്കുവാനും നിലവിൽ കിട്ടിയിരുന്ന പിന്തുണ ഒരുപാട് ഏറ്റുവാനും അനുമോളെ കൊണ്ട് സാധിച്ചു. കുറേയേറെ കൂട്ടങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും ആര്യൻ എന്ന് പറയുന്ന പൊട്ടൻ ചെയ്യാത്ത കാര്യത്തിന് അനുമോളെ ക്രൂശിച്ചപ്പോൾ ജനം ഒന്നും കൂടി അനുമോളെ കയ്യിലേക്ക് എടുത്തിരിക്കുന്ന കാഴ്ചയാണ് പുറത്ത് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അനുമോളിന്റെ ഗ്രാഫ് വളരെ 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 മുകളിൽ തന്നെയാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, മിസ്റ്റർ അനീഷ്, താങ്കൾ ഒരു കോമണർ അല്ല, താങ്കൾ ഒരു വിപ്ലവമാണ് എന്ന് ഞാൻ പറയുന്നു. എന്റെ പിന്തുണ താങ്കൾക്കെന്ന് പറയുന്നതിലും എനിക്ക് ലെവലേശം മടിയില്ല. അതിന്റെ കാരണം പുതുതായി വന്നവർ പോലും താങ്കൾ എവിടെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ കറക്റ്റ്. താങ്കൾ പോകുന്ന വഴി ശരിയാണ്. താങ്കൾ ആദ്യം ഭയങ്കര ചൊറിയുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ താങ്കളുടെ ഉള്ളിലെ നന്മ ഇടയ്ക്ക് എവിടെയൊക്കെയോ ബിഗ് ബോസിന്റെ ഇടങ്ങളിൽ താങ്കൾ കാണിച്ചിട്ടുണ്ട്. താങ്കൾ കാണിച്ച സഹജീവിയോടുള്ള സ്നേഹവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. താങ്കളല്ല എന്നും അവിടെ കിടന്ന് കാണിക്കുന്നത് പക്ക അഭിനയമാണെന്നും മലയാളികൾക്ക് അറിയാം. താങ്കൾ നല്ലൊരു മനസ്സിനുടമയാണെന്നും താങ്കൾ നല്ലൊരു എഴുത്തുകാരനാണെന്നും താങ്കൾ നല്ലൊരു വിശാലമായ മനസ്സുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഭൂരിപക്ഷം മലയാളികളും താങ്കളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കപ്പടിക്കാൻ പാടാണ്, ഇവിടെ നല്ല PR ഉണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് കപ്പയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. PR ജയിക്കോ, ജനം ജയിക്കോ, ലാലേട്ടൻ ജയിക്കോ, ഏഷ്യാനെറ്റ് ജയിക്കോ, ബിഗ് ബോസ് ജയിക്കോ, അതിനിപ്പോ ഹോട്ട്സ്റ്റാർ ജയിക്കോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ബിഗ് ബോസിന്റെ വീഡിയോകൾ വളരെ വിശാലമായ രീതിയിൽ ഞാൻ എന്റെ ടോൺ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ പുതിയ ടോണിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാൻ നിങ്ങളെയും സവർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതിയ വിശേഷങ്ങളും പുതിയ പരിപാടികളുമായിട്ട് ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. മറ്റു വിശേഷങ്ങൾ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.